പ്രൈസ് ലോർഡ്. ഷിഗിന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാം ഒരു പ്രാർത്ഥന ശുശ്രൂഷയായിട്ട് കൂടി സമർപ്പിക്കുകയാണ്. ഏതൊരു ശുശ്രൂഷയും ഏറ്റവും മഹത്തരമാകുന്നത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ്. ഒന്നാമത് ദൈവത്തിനുള്ള മഹത്വം, രണ്ടാമത് ആത്മാക്കളുടെ രക്ഷ. ദൈവം മനസ്സായിട്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കുറവുകളിൽ കർത്താവ് തന്നെ നമ്മെ സഹായിക്കുന്നുണ്ട്, താങ്ങുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മേന്മകൾ, എന്തെങ്കിലും നേട്ടങ്ങൾ, അത് കർത്താവിനുള്ള മഹത്വമായിട്ട് നാം പ്രത്യേകം കരുതേണ്ടതുമുണ്ട്. ആത്മാക്കളുടെ രക്ഷ, അത് നമ്മുടെ തന്നെ ആത്മാവിൻ്റെ രക്ഷ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവരും അകലെയുള്ളവരും ആയിട്ടുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയെ മുൻനിർത്തി വേണം നമ്മുടെ ഏതൊരു പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോകാൻ. കർത്താവിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആരെയാണ് ഞാൻ അയക്കുന്നത്? ആരാണ് നമുക്ക് വേണ്ടി പോകുന്നത്? നമുക്ക് ആവുന്ന വിധത്തിൽ ഇതിന് ഉത്തരം നൽകുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എപ്പിസോഡ് 56 പൂർവ്വപിതാക്കന്മാർ പ്രത്യാശ അർപ്പിച്ച ഒരു നഗരത്തെക്കുറിച്ചും വെളിപാട് പുസ്തകത്തിലെ പുതിയ ജെറുസലേമിൽ അത് പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഈ എപ്പിസോഡിൽ ആ നഗരപ്രവേശനത്തിന് ഉള്ള ഒരു രാജപാതയെക്കുറിച്ച്, വിശുദ്ധ വീതിയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹെബ്രായ 10-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ: എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. യോഹന്നാൻ 19-ാം അധ്യായം 34-ാം വാക്യം: എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നാം വായിക്കുന്നത്, ഒരു സായങ്കാലത്താണ് ഇത് സംഭവിച്ചത്. ഞാൻ എൻ്റെ മുറിയിലായിരിക്കുമ്പോൾ വെള്ളയങ്കി ധരിച്ച യേശുവിനെയാണ് കണ്ടത്. അവിടുത്തെ ഒരു കരം ഉയർത്തി ആശീർവദിക്കുകയും മറ്റേ കരം നെഞ്ചോട് ചേർത്ത് അങ്കിയിൽ സ്പർശിച്ചിരുന്നു. ഹൃദയഭാഗത്തു നിന്ന് 2 പ്രകാശ കതിരുകൾ, ഒന്ന് ചുവന്നതും മറ്റേത് വെള്ള നിറമുള്ളതായും പുറപ്പെട്ടു വരുന്നതായി കണ്ടു. നമുക്ക് ശ്രേഷ്ഠമായ പ്രാർത്ഥനയുള്ളത്: യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. തിരുജലം ജീവജലമാണ്, പരിശുദ്ധാത്മാവാണ്. തിരുരക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു. തിരുജലത്താൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുന്നു. അങ്ങനെ കുന്തത്താൽ തുറക്കപ്പെട്ടത് നമുക്ക് ഒരു രാജപാതയാണ്, വിശുദ്ധ വീതിയാണ്, തിരുഹൃദയമാകുന്ന നഗരത്തിലേക്കുള്ള പ്രവേശന മാർഗമാണ്. യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യം: യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുന്ന യേശു പോകുന്നിടത്തേക്കുള്ള വഴി അറിയില്ലെന്ന് പറയുന്ന തോമസിനുള്ള മറുപടിയാണ് ഈ വചനം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ: 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന്
അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. കുന്തത്താൽ തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ് സ്ലീഹ ദർശിച്ചത്. ഒരു ദീർഘയാത്രയ്ക്ക് സ്ലീഹായെ ധൈര്യപ്പെടുത്തിയത് ഈ ദിവ്യ ദർശനമാണ്. കാട്ടുമൃഗങ്ങൾ ഏറെയുള്ള കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും മൈലാപ്പൂർ വരെയുള്ള യാത്ര. കുന്തത്താലെയുള്ള മുറിവ് കണ്ടത് കുന്തത്താല തന്നെയുള്ള ഒരു രക്തസാക്ഷ്യത്തിന് ശക്തമാക്കുകയും ചെയ്തു. ഗബ്രിയേൽ മാലാഖയിൽ നിന്നും മംഗളവാർത്ത ലഭിച്ച പരിശുദ്ധ അമ്മ ഏലീശോമയെ കാണാൻ പുറപ്പെടുന്നതും ഇതുപോലെയുള്ള ഒരു ദൈവ അനുഭവത്തിലാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ ദിവസത്തിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഈ തിടുക്കത്തിൽ ഉള്ള ഒരു യാത്രയെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലുമുണ്ട്. അവിടെ തിടുക്കത്തിൽ പുറത്താക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. പുറപ്പാട് 12 അധ്യായം 39-ാം വാക്യം. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മാവ് പുളിപ്പിക്കാത്തത് ആയിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമെടുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ ജനം തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടു. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ദീർഘമേറിയ ഒരു അധ്യായം 119-ാം അധ്യായം. സങ്കീർത്തനം പൊതുവെയും ഒരു റോഡ് മാപ്പായിട്ടെടുത്താൽ അതിലേറ്റവും ദൈർഘ്യമേറിയ റോഡാണ് 119-ാം അധ്യായം. കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് സംബന്ധിച്ചാണ് മൊത്തമായിട്ടും വിവരിക്കുന്നത്. 27-ാം വാക്യത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. 105-ാം വാക്യം സങ്കീർത്തനം 119. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തെ നയിക്കുമ്പോൾ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറിയിരുന്നില്ല. യെശയ്യാ 35 8-ാം വാക്യം രാജവീതിയെക്കുറിച്ചും വിശുദ്ധ വീതിയെക്കുറിച്ചും പറയുന്നു. 35-ാം അധ്യായം 10-ാം വാക്യം കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. യെശയ്യാ 40-3-ാം വാക്യം ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ച് കർത്താവിൻ്റെ സ്വരത്തിനായി കാതോർക്കുന്ന ഒരു ദേവജനത്തെയാണ് പ്രവാചകൻ ദർശിക്കുന്നത്. ഇനിയും നമ്മൾ CCCയിലെ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2 പാരഗ്രാഫ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് ഈ രാജപാതയുടെ ചെറിയ അംശങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കാം. 13-26 പാരഗ്രാഫിൽ പറയുന്നു, ദിവ്യബലിയുടെ ആഘോഷമായി നാം നമ്മെ തന്നെ സ്വർഗീയ ആരാധനയുമായി ഒന്നിപ്പിക്കുന്നു. ദൈവം സർവ്വതിലും സർവവുമായിരിക്കുന്ന നിത്യജീവിതം നാം മുൻകൂട്ടി അനുഭവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ 59 വിശുദ്ധ കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു ഹൈവേ ആയിട്ട് വിശേഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ ശ്രമിക്കുകയുണ്ടായി.
13:44 പാരഗ്രാഫിൽ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ തീർത്ഥാടകരായ ദൈവജനം യേശു വരുന്നത് വരെ അവിടുത്തെ പെസഹ രഹസ്യം പ്രഖ്യാപിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം രാജ്യത്തിൻ്റെ മേശയ്ക്കിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്ക് കുരിശിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ ആഘോഷത്തിൽ നിന്നും ആഘോഷത്തിലേക്ക് മുന്നേറുകയാണ്. വീണ്ടും ഈ രാജപാതയെക്കുറിച്ച് പറയുമ്പോൾ 2 ഹൈവേക്കുറിച്ച് നിരന്തരമായിട്ട് നമുക്കറിയാവുന്ന 2 ഹൈവേക്കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ന്യൂയോർക്കിൽ ഞങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളൊരു ഹൈവേ ഇൻ്റർസ്റ്റേറ്റ് 495 ലോങ് ഐലൻഡ് എക്സ്പ്രസ് വേ എന്നുകൂടി പറയും. അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ധാരാളം എക്സിറ്റുകളും എൻട്രൻസുകളും അത്യാവശ്യം ട്രാഫിക്കുകളും എല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ഹൈവേ അത് മൻഹാട്ടനിൽ ചെന്ന് ചേരും. കർത്താവിൻ്റെ പ്രത്യാഗമനം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആയിരിക്കുമെന്ന് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ഹൈവേ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അതൊരു നഗരപ്രവേശനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് കർത്താവിൻ്റെ പ്രത്യാഗമനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ യാത്രാ അനുഭവം കാണുവാൻ ശ്രമിക്കാം. ഇന്ന് രാവിലെയും ഈ ഹൈവേ എടുത്ത് ഇടവപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ലേറ്റായിട്ടാണ് ചെല്ലാൻ സാധിച്ചത്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ദിവ്യബലിയിലും അതുപോലെ ജോലി ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഇനിയും ഈ ഹൈവേ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. വീണ്ടും മറ്റൊരു ഹൈവേ, അത് നാട്ടിലെ ഒരു ഹിൽ ഹൈവേ, അത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ ചെന്നെത്തുന്ന ഒരു മലയോര ഹൈവേ നമുക്ക് നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് നാട്ടിൽ ഞങ്ങളുടെ ഭവനം. അപ്പോൾ നാട്ടിൽ ആ ഹൈവേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മനോഹാരിത പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഹൈവേ ആയിട്ട് നമുക്ക് ഇതെടുക്കാൻ സാധിക്കും. ഇരുവശങ്ങളിലും പല വൃക്ഷങ്ങൾ നിറഞ്ഞ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഹൈവേ. അത് നമ്മുടെ നാടിന് ഉള്ള ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ഹൈവേ ഉള്ളത്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ബന്ധപ്പെടുത്തി പോകുമ്പോൾ അതിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എങ്കിൽ പോലും ഈ ഹിൽ ഹൈവേയോട് ചേർത്ത് വെച്ച് നമുക്ക് മറ്റൊരു വഴി കൂടി ആലപ്പുഴയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇടത്തേക്ക് പോകുമ്പോൾ ഉള്ള പാടശേഖരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു റോഡ്. അപ്പോൾ ഇങ്ങനെ എത്രയോ മനോഹരമായ രീതിയിൽ ദൈവം പരിപാലിച്ചു വരുന്ന ഈ ഹിൽ ഹൈവേ കാണുമ്പോൾ ദൈവത്തിന് നമുക്ക് മഹത്വം നൽകാം. നമുക്ക് ഒരു വചനം കൂടിയുള്ളത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 18-ാം വാക്യം: അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുര വീഞ്ഞ് ഇറ്റുവീഴും, കുന്നുകളിൽ നിന്ന് പാലൊഴുകും, യൂദായിലെ അരുവികളിൽ ജലം നിറയും. കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിത്തീം താഴ്വരയെ നനയ്ക്കും. നമ്മൾ വിശുദ്ധ നഗരപ്രവേശനത്തിനായുള്ള ഒരു വിശുദ്ധ വീതിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. തിരുഹൃദയമാകുന്ന നഗരപ്രവേശനം. നമ്മൾ ആദ്യം എടുത്ത വചനം ഒന്നും കൂടി ധ്യാനിക്കാം. എബ്രായർ 10:19 വാക്യങ്ങൾ: എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി
നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇത്തരുണത്തിൽ വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ സജീവമായ പങ്കാളിത്തം അത് നമുക്ക് വിശുദ്ധീകരണമാണ്, സഭയ്ക്ക് ശക്തീകരണമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിൽ കർത്താവ് നൽകുന്ന ഒരു പുതിയ റേഞ്ചിന് കൂടി നന്ദി പറയുകയാണ്. നമ്മൾ പൊതുവെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന കാറ്റഗിസം കാത്തലിക് ചർച്ചിൽ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും നമ്മെ സ്പർശിക്കുന്ന ഭാഗങ്ങൾ പങ്കുവെക്കുന്നു. വ്യക്തിപരമായിട്ട് നമുക്കുള്ള വിശ്വാസ അനുഭവങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധരെ കുറിച്ച് കൂടി പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ജീവിതം പല വിധത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അത്തരണത്തിൽ ഏതെങ്കിലും വിശുദ്ധ ജീവിതങ്ങൾ നമ്മൾ സ്പർശിക്കുമ്പോൾ അത് പങ്കുവെക്കാൻ കൂടി തയ്യാറാവുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ പേര് ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അത്തരണത്തിൽ ഈ പ്രോഗ്രാം ദൈവം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈശോയെ നന്ദി.